വേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പം കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ടെ, അപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. പിന്നെ സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ കുറച്ച് കല്യാണ വിശേഷങ്ങൾ, പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെയാണ് ഇതിനകത്ത് ഇട്ടേക്കണത് കേട്ടോ. പിന്നെ നമ്മളുടെ കുറച്ച് ഗാർഡനിങ്ങും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചേർത്താണ് ഇട്ടേക്കണത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തി. അപ്പൂസ് അച്ചാച്ചനെ കണ്ടപ്പോൾ അവിടെ നിന്ന് കേട്ടോ. അച്ചാച്ചൻ അവനെ എടുക്കാൻ വന്നപ്പോഴേക്കും ചിരിച്ചാൻ എന്നെ കയറി പിടിച്ചേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ഇതൊക്കെ ഞാൻ അവനെ കൊണ്ട് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്ക് നമ്മുടെ മണവാളനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ എന്നെ കൈ പിടിച്ച് നിൽക്കുവാണേ. അവൻ അകത്തോട്ട് കയറി സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് അകത്തോട്ട് കയറി. അതുകൊണ്ടേക്ക് അഭിമോള് ഡാൻസ് പ്രാക്ടീസിന് പോയി. അപ്പോൾ അഭിമോളത്ത് പോകണം അതിന് വഴക്കുണ്ടാക്കിയപ്പം ഞാൻ അഭിയടുത്തേക്ക് കൊണ്ടുവന്നതാണേ. ആ ഒരു ഗേറ്റിനുള്ളിൽ മടങ്കാരുടെ വഴിയാണ് കേട്ടോ. ഞാൻ 2 വീലർ ഓടിക്കാൻ പഠിച്ചതെല്ലാം ആ ഒരു വഴിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. നമ്മുടെ കുരിശുവരെ കഴിഞ്ഞു. അവനെല്ലാവർക്കും സ്തുതിയെ കൊടുത്തതിന് ശേഷം അവനെ ആൻറ്റിമാരും എല്ലാവരോടും ചേർന്ന് അവനെ സ്റ്റേജിലേക്ക് കൊണ്ടിരുത്തി മധുരമൊക്കെ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൊടുത്തതിന് ശേഷം അവൻ്റെ മുഖത്ത് നമ്മൾ വെച്ചിരുന്ന ചന്ദനമൊന്നും മാറ്റി കളഞ്ഞില്ല. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ അമ്മയും ആങ്ങളെയും വന്നതിന് ശേഷമാണ് അത് കഴുകി കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ ആങ്ങളെയും അമ്മ വന്നതിന് ശേഷമാണ് ആ ചന്ദനമൊക്കെ മുഖത്തുനിന്ന് കഴുകി കളഞ്ഞത്. പിന്നെ നമ്മുടെ കലാപരിപാടികളായിരുന്നു. പാട്ട് പാടുന്ന ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ എല്ലാവരോടും ചേർന്നുകൊണ്ട് അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും ഒക്കെ അപ്പൂസ് അവിടെ നിന്ന് കൈകടയ്ക്ക് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ ഡാൻസ് പരിപാടികളും ഒക്കെ ഞാൻ നമ്മുടെ ഷോർട്സിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓരോ ഭാഗങ്ങളും. അതുകൊണ്ട് ഞാൻ ഒന്നും വിശദീകരിച്ച് ഞാനത് കാണിക്കുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അങ്ങനെ പള്ളിയിലെ കെട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഓഡിറ്റോറിയത്തിലെത്തി കേട്ടോ. ഓഡിറ്റോറിയത്തിലെത്തി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പെണ്ണ് മന്ത്രോടി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയത്. അങ്ങനത്തെ അഭിമോളും വേറൊരു കസിനും കൂടെ ചേർന്ന് പെണ്ണിനും ചെറുക്കനും കൂടെ ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. ആ സച്ചിനും ആൻറ്റിയും അവൻ്റെ പപ്പ മമ്മയാണ് കേട്ടോ. അപ്പോൾ അവർ മാലയൊക്കെ ഇട്ടു. അങ്ങനെ അഭിമോളുടെ കസിൻസിൻ്റെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മണ്ഡപത്തിൽ ഊണും പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ പെണ്ണിനെ ചെറുക്കനെ വിളക്കൊക്കെ കൊടുത്തു, കുരിശൊക്കെ വരച്ച് സ്വീകരിച്ചു. അങ്ങനത്തെ രാത്രിയിലത്തെ കുരിശ് വരെ കഴിഞ്ഞിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും വേണ്ടിയും പറഞ്ഞ് കിടന്നിട്ട് പിന്നെ കുരിശൊക്കെ വരപ്പിച്ച് ചെറുക്കനെ പെണ്ണിനെ മണിയറയിലേക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് വീട്ടിലെത്തി. പിന്നെ 2 ദിവസത്തേക്ക് നമ്മൾ വീടിൽ നിന്ന് എടുത്തില്ല. അങ്ങനത്തെ പപ്പ വീട്ടിൽ നിന്നിട്ട് പപ്പ തിരിച്ച് വീട്ടിൽ പോയി. പപ്പ വീട്ടിൽ പോകുന്നതിന് തലേദിവസം നമ്മൾക്ക് പപ്പയ്ക്ക് കപ്പയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കപ്പയും ചെണ്ടം പുഴുങ്ങി, പിന്നെ നമ്മൾ ചാള വറുത്തുണ്ടായിരുന്നു, പിന്നെ മുളക് പൊട്ടിച്ചതുണ്ടായിരുന്നു കേട്ടോ. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണേ. ഞങ്ങൾക്ക് ബുധനാഴ്ചയായിരുന്നു വിഭൂതി തിരുനാൾ അഥവാ കുരിശുവര പെരുന്നാൾ കേട്ടോ. അപ്പൂസിനെ രാവിലെ ഉറക്കത്തിൽ വിളിച്ച് എണീപ്പിച്ചെങ്കിലും അവന് വഴക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. ആൾ മിടുക്കനായിട്ട് റെഡിയാവാനൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ റെഡിയായതിനു ശേഷമാണ് അവനെ എണീപ്പിച്ചത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവനെ റെഡിയാവാൻ മടി ഉണ്ടായില്ല. അപ്പൂസൻ എൻ്റെ രാവിലെ റെഡിയായിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് രാത്രി ആയില്ല എന്ന് കേട്ടോ. ചില സമയത്ത് പറയുമ്പോൾ തലതിരിഞ്ഞൊക്കെ പോവേ. രാവിലെ ആയില്ല എന്നെങ്ങാണ്ടാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ പള്ളിയിലൊക്കെ പോയി കുരിശൊക്കെ വരച്ച് വന്നു. പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അച്ഛൻ നമുക്ക് ഇല തന്ന് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഇലയിൽ കൊണ്ടുവന്നു കേട്ടോ. എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഇലയിൽ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടികളിലും പിന്നെ നമ്മുടെ കട്ടല പള്ളികളിലെ നമ്മൾ കുരിശ് വരക്കുന്ന രൂപത്തിൻ്റെ അവിടെയൊക്കെ വരയ്ക്കും കേട്ടോ. രാവിലെ കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് പള്ളിയിൽ പോയത്. പിന്നെ ഇതേ മാവൊക്കെ അരച്ച് വെച്ചാൽ നമ്മുടെ എളുപ്പമായി. അതുകൊണ്ട് ഈ പിള്ളേർക്ക് ചുട്ടാൽ മതിയല്ല. പള്ളിയിൽ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അരി അരച്ച് വെച്ചിരുന്നു കേട്ടോ. അങ്ങനത് അച്ചിങ്ങ ഒലത്തിയതും മോരുകറിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനത്തെ ചോറൊക്കെ വെച്ച് പിള്ളേർ സ്കൂളിലൊക്കെ വിട്ടിട്ടോ. വിഭൂതി പെരുന്നാളിൽ അത് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അന്ന് ഫാസ്റ്റിംഗ് ഡേ ആയിരുന്നു. പിന്നെ അന്ന് നമ്മൾ ഇറച്ചി മീനൊന്നും കഴിക്കില്ല. അതുകൊണ്ട് അന്ന് വാങ്ങിച്ചില്ല കേട്ടോ. മിക്കപ്പോഴും ചേട്ടായി 50 നോമ്പൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ ചേട്ടായി നോമ്പെടുത്തിട്ടില്ല. അന്നത്തെ പിള്ളേർ സ്കൂളിലും പോയി ചേട്ടായി ഡ്യൂട്ടിക്ക് പോയതിന് ശേഷം ഞാൻ പിന്നെ കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ഒരു 11 മണി അപ്പോൾ മീൻ വിശന്നപ്പോൾ ഞാൻ ഇച്ചിരി ബ്രെഡും ബട്ടറും കൂടെ കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പിറ്റേ ദിവസത്തെയാണ് ഈ കാണിക്കുന്നത്. പിന്നെ വ്യാഴാഴ്ച നമ്മൾ മീൻ വാങ്ങി മീൻ കുറച്ച് കറി വെച്ചു, കുറച്ച് വറുത്തു കേട്ടോ. അരി തിളച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ പാലപ്പത്തിൻ്റെ മാവാണെങ്കിലും അത് ദോശയായിട്ട് ചുട്ട് കേട്ടോ. അഭിമോക്ക് പാലപ്പത്തിനേക്കാൾ ദോശയായിട്ട് ചുടുന്ന ഇഷ്ടം. അത് കാരണം ദോശയായിട്ട് ചുട്ടത് കേട്ടോ. പിന്നെ പയറ് തോരൻ വെച്ചു. തോരന് മീൻ കറി, മീൻ വറുത്തതുമായിരുന്നു കറി കേട്ടോ. അങ്ങനെ 2 പേരുടെയും ബാഗിൽ ചോറും ലഞ്ചും ടിഫിനും എല്ലാം എടുത്ത് വെച്ച് അവരുടെ
റെഡിയാക്കി ഈ സ്കൂളിൽ അവരെ സ്കൂൾ ബസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിൽ പോകുന്നതാണ് കേട്ടോ. അപ്പൂസിന് സ്കൂൾ ബസ് വീണ്ടും ഫ്രണ്ടിൽ കൂടെ വരുമെങ്കിലും അഭിമോളെ ഞാൻ കൊണ്ടാക്കാൻ പോകുമ്പോൾ ചിലപ്പം അതുവഴി അപ്പൂസിന് സ്കൂൾ ബസ് വരുമ്പോൾ അതുവഴി കയറ്റി വിടും കേട്ടോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ടോമിനെ അഴിച്ചു വിട്ടേക്കുവാണേ. അപ്പോൾ ടോമി ആണെങ്കിൽ വീടിന് വട്ടം അവിടെ ഇവിടേക്ക് ഓടി നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെടിയിൽ നിന്ന് നനച്ചു. പിന്നെ ഇതേ നമ്മുടെ കുറേ 10 മണി 9 മണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നത് ഒന്ന് പിഴുത് മാറ്റി തറയിലൊക്കെ നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആണെങ്കിൽ ഞാൻ നടാൻ ഉദ്ദേശിച്ചെടുത്താണെങ്കിൽ മണ്ണ് കുറവാണ്. അങ്ങനത്തെ അവിടെ കുറച്ച് മാന്തിയൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ 9 മണി 10 മണി നട്ട് വെച്ചിട്ട് കുറച്ച് മണ്ണ് മാറി ഈ 10 മണിയുടെ 9 മണിയുടെ മണ്ടയിൽ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ചുമന്ന കട്ട പിടിച്ച് മണ്ണ് കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ചിരട്ടയും കൊണ്ടൊന്ന് ഇടിച്ച് പൊട്ടിച്ചിട്ട് അത് ഞാൻ ഇതിന് മേൽ കൊണ്ടിട്ടിട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് ഇതേന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ ഇത് ഞാൻ ചോറൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ചോറിനെ കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും വൈകിട്ട് നമ്മുടെ അപ്പൂസ് സ്കൂളിൽ കഴിഞ്ഞ് വന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.